ഹീറോയിൻ കുളി കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ റൂമിൽ 2 കള്ളന്മാർ നിൽക്കുന്ന കാണുന്നു. ഹീറോയിൻ ആണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി കണ്ണ് കാണാത്ത പോലെ അഭിനയിക്കുകയാണ്. ഈ കള്ളന്മാരാണെങ്കിൽ ഇവർക്ക് കണ്ണൊന്നും കാണില്ല എന്ന് പറഞ്ഞിട്ട് അവർ വെച്ച മാസ്ക് എല്ലാം ഊരി മാറ്റിയിട്ട് അവിടെയുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ കിട്ടിയ ആപ്പിൽ പോലീസിനെയും വിളിക്കുന്നു. കള്ളന്മാരാണെങ്കിൽ അവിടെയുള്ള ലോക്കർ കണ്ടിട്ട് അത് തുറക്കാനായിട്ട് നോക്കുമ്പോൾ അതിനൊരു കോഡ് വേണം. ആ കോഡ് ഹീറോയിന്റെ ഫോണിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോൺ ലോക്കാണ്. ഇവളുടെ മുഖം വെച്ചിട്ട് ഫോണിന്റെ ലോക്ക് തുറക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ അടുത്തേക്ക് വന്നപ്പോഴേക്ക് ഹീറോയിൻ ഒരു ഫേസ് മാസ്ക് എടുത്ത് വെക്കുന്നു. ഇവരിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഹീറോയിന്റെ ഒരു ഫോട്ടോ അവിടെ കാണാണ്. ആ ഫോട്ടോ വെച്ചിട്ട് ഫോണിന്റെ ലോക്ക് തുറക്കുന്നു. എന്നിട്ട് ആ ലോക്കർ ഓപ്പൺ ആക്കി അതിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഇവർ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ബാത്റൂമിലേക്ക് പോകുന്നു. ഇത് കേട്ടിട്ട് ഒരു കള്ളനാണെങ്കിൽ വാടാ നമുക്ക് പോയി സീൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ബാത്റൂമിലേക്ക് പോകുന്നു. ബാത്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഹീറോയിനെ കാണുന്നില്ല. അവിടെ വേറൊരു കള്ളനാണെങ്കിൽ ഹീറോയിന്റെ ഗാലറിയിലെ ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവാണ് അവളൊരു ബ്ലൈൻഡ് അല്ലാന്ന്. ഈ ബാത്റൂമിലുള്ള കള്ളനാണെങ്കിൽ ഹീറോയിനെ കാണാത്തോണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ ഹീറോയിൻ വേഗം വന്നിട്ട് ഒരു സ്പ്രേ അവന്റെ കണ്ണിലേക്ക് അടിച്ച് അവനെ പിടിച്ച് കെട്ടിയിടാണ്. റൂമിൽ എന്തോ ഒരു സൗണ്ട് ഇട്ട് ഈ കള്ളം വന്ന് നോക്കിയപ്പോൾ അവന്റെ ഫ്രണ്ടിനെ അവിടെ കെട്ടി വെച്ചിരുന്നു. ഈ പെണ്ണാണെങ്കിൽ എങ്ങനെയൊക്കെ ഇവൻ കാണാതെ പുറത്തിറങ്ങിയിട്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് വേഗം പോലീസിനെ വിളിക്കുന്നു.